ഹലോ, ഇന്ന് നമ്മൾ കൊയിലാണ്ടി കൊല്ലം പിഷാരിക്കാവ് ടെമ്പിളിലേക്കാണ് പോകുന്നത്. നല്ല നേരത്തെ തന്നെ നമ്മൾ പുറപ്പെട്ടു. രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല രസമായിരുന്നു യാത്ര. മാത്രമല്ല പോകുന്ന വഴിക്ക് കുറേ അമ്പലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ആ ഒരു സോങ്ങൊക്കെ കേട്ട് പോകുമ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങളും നല്ല ഭക്തിഗാനങ്ങളൊക്കെ വെച്ച് ആ ഒരു അമ്പലം വൈബ് തന്നെയായിരുന്നു പോയത്. ഞാനും വിഷ്ണു ഒരുമിച്ച് ആദ്യമായിട്ടാണ് ഈ ഒരു അമ്പലത്തിലേക്ക് പോകുന്നത്. മുന്നേ ഞാൻ പോയിട്ടുണ്ട്. ഈ ഒരു കേരള സാരി ആയിരുന്നു ഞാൻ വെയർ ചെയ്തിട്ടുള്ളത്. കൂടെ ഈ ഒരു ഗ്രീൻ സ്റ്റോൺ വരുന്ന ഇൻവിസിബിൾ ചെയിനും നമ്മൾ കുറച്ച് കുപ്പിവളയും വെയർ ചെയ്തു. അപ്പം ഈ ഒരു വള എൻ്റെ ഗൈഡ് ബിന്ദു മിസ് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ടായിരുന്നു നമ്മൾ പോയത്. അപ്പോൾ മൊത്തത്തിലൊരു മലയാളി തനിമയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ അമ്പലത്തിൽ പോകുന്നത്. ഞാൻ മുമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്റ്റുഡൻസൊക്കെ എപ്പോഴും കളിയാക്കും. കാരണം മിസ്സിന് എപ്പോഴും ഇങ്ങനെ അമ്പലത്തിൽ പോവാണോ മിസ്, ഏതെങ്കിലും അമ്പലത്തിൽ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷേ എനിക്ക് സത്യം പറയാലോ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മറ്റ് ട്രിപ്പൊക്കെ പോകുന്നത് ഇഷ്ടമാണ്. പക്ഷേ അമ്പലം വൈബ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകം, നമ്മളത് എത്രയും സന്തോഷത്തോടെ ആ ഒരു പോസിറ്റീവ് വൈബ് ശരിക്കും നമ്മൾ ആസ്വദിക്കാൻ പോവാണ്. അപ്പോൾ അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അമ്പലത്തിൽ പോവുക. കൂടെ നമുക്ക് ഇഷ്ടമുള്ള ആളും കൂടി ഉണ്ടെങ്കിൽ സെറ്റാണ് കേട്ടോ. അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ കൊയിലാണ്ടി ഈ ഒരു നമ്മുടെ പിഷാരിക്കാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തിയായിട്ടുള്ള ഒരു ദേവീക്ഷേത്രങ്ങളിലൊന്നാണ്. നമ്മുടെ ചോറ്റാനിക്കരയും കാടാമ്പുഴയും കൊടുങ്ങല്ലൂരൊക്കെ പോലെ പിഷാരിക്കാവിലും ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നൊരു അമ്പലമാണ്. അപ്പോൾ ഇതാ നമ്മൾ കൊയിലാണ്ടി കഴിഞ്ഞു, നേരെ പിഷാരിക്കാവിൻ്റെ കവാടത്തിലെത്തി. ഇവിടെ 3 കവാടമുണ്ട്. നമ്മൾ രണ്ടാമതായിട്ടുള്ള ഒരു ഇതിലേക്കായിരുന്നു പോയത്. അങ്ങനെ നമ്മൾ നേരെ കാറ് പാർക്ക് ചെയ്തു. അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മളെ കുറേ ചേച്ചിമാരൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങിക്കാൻ. അങ്ങനെ ഇതാ ഞാൻ കുറച്ച് മുല്ല വാങ്ങിക്കാൻ പോയി, പക്ഷെ വാങ്ങിച്ചില്ല. എനിക്ക് പൊതുവേ അത്ര ഇഷ്ടമല്ല കേട്ടോ മുല്ല, എന്നാലും വല്ലപ്പോഴൊക്കെ വെക്കും. അങ്ങനെ നമ്മൾ നേരെ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആയിരുന്നു പ്രവേശനം ഉള്ളിലേക്ക്. അങ്ങനെ നമ്മൾ പോയിട്ട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. കുറച്ച് വഴിപാടുണ്ടായിരുന്നു. നമ്മുടെ ദേഹം ഒക്കെ അവിടെ വെച്ച് കൊടുക്കുന്ന, സ്ത്രീ പുരുഷൻ അങ്ങനെ വെച്ച് കൊടുക്കുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇതാ നേരെ പുറത്തേക്ക് വന്ന് കുറച്ചേരം അവിടെയൊക്കെ ഇരുന്ന് 1-2 ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടുന്ന് നമുക്ക് ഓഡിറ്റോറിയത്തിൽ ചായയും കാപ്പിയും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ ഓഡിറ്റോറിയം ലക്ഷ്യമാക്കി പോവുകയാണ്. ഇതാ പോകുന്ന വഴിക്ക് കുറേ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ഇവിടെ നിങ്ങൾക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണമാണെങ്കിലും അതുപോലെ ഉച്ചക്കൊക്കെ ഫുഡൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാ ഞാനും വിഷ്ണുവും പോയിട്ട് നല്ലൊരു പയറും അതുപോലെ കാപ്പിയും കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് കഴിച്ചു. അതിനുശേഷം ഇതാ ഈ 2 ചേച്ചിമാരായിരുന്നു കേട്ടോ വന്ന് അവിടെ വിളമ്പാനൊക്കെ സഹായിച്ചത്. അങ്ങനെ നമ്മൾ പ്രസാദവും മേടിച്ച് നേരെ അമ്പലത്തിൻ്റെ പിന്നാമ്പുറത്തും ആ സൈഡ് ഭാഗങ്ങളിലൊക്കെ പോയി. ഇവിടെ നല്ലൊരു ഭംഗിയുള്ള ഒരു ആനയുടെ ഒരു പ്രതിമയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലൊക്കെ പോയി അവിടെയൊക്കെ കുറച്ച് നേരം പോയിരുന്നു. നമ്മൾ ഏത് അമ്പലത്തിൽ പോയാലും കുറച്ച് സമയം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യും. അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റി കാണും. അവിടുത്തെ ആ ഒരു പോസിറ്റീവ് വൈബ് ശരിക്കും നമ്മളത് ആസ്വദിക്കും. അതിനുശേഷം മാത്രമേ നമ്മൾ തിരിച്ചു വരൂ. എത്ര തിരക്കുണ്ടെങ്കിലും കുറച്ച് സമയമെങ്കിലും ആ അമ്പലത്തിൽ പോയിരിക്കും. അങ്ങനെ നമ്മളിതാ ഏകദേശം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി നമുക്ക് ഇവിടുന്ന് വേറൊരു അമ്പലത്തിലേക്ക് പോകാനുണ്ട്. അങ്ങനെ ഈ ഒരു ദിവസം ഫുള്ള് അമ്പലത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് പോവാണ്. അപ്പോൾ നമ്മളെ പ്രസാദം കയ്യിലുണ്ടായിരുന്നു. കുറച്ച് പ്രസാദമൊക്കെ കഴിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. നമ്മൾ കുറേ കാലമായി ഈ ഒരു അമ്പലത്തിലേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഇന്നത് നടന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ബ്ലോഗ് എന്ന് പറയുന്നത് അടുത്തൊരു അമ്പലത്തിലേക്കാണ്, കൊയിലാണ്ടി തന്നെയുള്ള. അപ്പോൾ അതിൽ കാണാം. ബൈ.